തൈലം പുരട്ടാൻ ഞങ്ങളിതാ പറയുന്നത് ആരെന്നറിയാമോ? നിരവധി ചോരച്ചാലുകൾ ചരിത്രത്താളുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള സമര കഥകൾ പറയുവാനുള്ള ഈ അങ്കമാലിയുടെ മണ്ണിൽ ഇന്ന് ഇവിടെ ആയിരിക്കുവാനും അതുപോലെ തന്നെ കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം KCYM എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ഐക്യദാർഢ്യം അറിയിക്കുവാനും സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു. നമ്മൾ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു രൂപത, സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ രൂപത, എറണാകുളം അങ്കമാലി മേജർ അതിരൂപത. സംശയങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ 6-7 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ന് ഈ മണ്ണിൽ ഇത്രയും ആൾക്കാർ ഇവിടെ ആയിരിക്കുമ്പോൾ ഒന്നോർക്കുക, നമ്മുടെ പാതയിൽ സത്യവും നീതിയും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. ഇത്രയും വലിയ രൂപതയിൽ ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് സ്വന്തമായിട്ട് ഒരു ബിഷപ്പോ നേതൃത്വമോ ഉണ്ടോ എന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്ക് വരുന്ന മെത്രാന്മാര് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മെത്രാന്മാരല്ല. ഏതാനും വർഷങ്ങളായി നമ്മൾ കാണുന്നത് അഗതികളായി വരുന്ന, അഗതി തൊഴിലാളികളെ പോലെ വരുന്ന മെത്രാന്മാരാണ്. ചിലർ വരും, അവർക്ക് ആവശ്യമുള്ളത് നേടിയിട്ട് ഇവിടെ നിന്നും തിരിച്ചു പോകും. ചിലർ വരും, എന്തൊക്കെയോ കരുതി കൂട്ടി വന്ന് ഇവിടെ നിന്ന് എന്തൊക്കെയോ നേടിയെടുത്ത് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാന്നാ പറഞ്ഞു കേട്ടെ. നമ്മുടെ പൂർവികരായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള മെത്രാന്മാരും പിതാക്കന്മാരും നമ്മുടെ അൽമായരുമൊക്കെ പിടിയേരി പിടിച്ചും അതുപോലെ സമ്പാദിച്ചുമൊക്കെ ഉണ്ടാക്കിയ നമ്മുടെ ഇടവകകൾ, നമ്മുടെ രൂപതകൾ, ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിലെ രൂപതാ സ്ഥാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കൈയടത്തുവാനായി വരുന്നത് ആരൊക്കെയാ? അഗതി തൊഴിലാളികളെ പോലെ പുറത്തുനിന്ന് വരുന്ന അഗതി ബിഷപ്പുമാരാണ്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഗതി ബിഷപ്പുമാർ വളരെ ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ് പറയുന്നത്. കാരണം 6-7 വർഷമായി ഇത് കാണുന്നു. ഒരൽപ്പം പോലും പിന്നോട്ട് പോകുന്നില്ല. ശക്തിയുക്തം എതിർത്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുന്നു. KCYM യുവജനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അവർ നേരിടുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന വേദികൾ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ യുവജനങ്ങൾ, അതിരൂപത ഭാരവാഹികളൊക്കെ നേരിടുന്ന വേദികളൊക്കെ വളരെ വലുതാണ്. 3 റീത്തുകൾ കൂടുന്ന സീറോ മലബാർ സഭ, അതുപോലെ തന്നെ മലങ്കര, ലാറ്റിൻ ഇവയെല്ലാം ഒത്തുചേരുന്ന സംസ്ഥാന സമിതിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളവിടെ വിമതരാ. നമ്മുടെ പ്രിയ വൈദികര് വിമതരായിട്ടാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വിമതരെന്ന് വിളിക്കുന്നത്? ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? ഇപ്പം ഇവിടെ ഇത്രയും വൈദികര്, ഒത്തിരി നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന പ്രിയ വൈദികർ ഇവിടെയുണ്ട്, പ്രിയ വിശ്വാസികളുണ്ട്, എൻ്റെ പ്രിയ യുവജനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെ വിമതരെന്ന് പറയുന്നത്? ഒന്നുമില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ, തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ
അവർക്കൊക്കെ നോകുന്നുണ്ട്, ചിലർക്കൊക്കെ നോകുന്നു. അവര് നമ്മളെ വിളിക്കുന്ന പേരാ വിമതര്. സന്തോഷത്തോടു കൂടി ആ പേര് വിമതര് എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുക നമ്മള്. എന്തുകൊണ്ടാ? ഇതുപോലെ ഒരു വിമതനാണ് നമുക്കുമൊക്കെ നമ്മുടെയൊക്കെ നേതാവായി നമുക്ക് മുന്നേ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ അത് സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുന്നു. ഈ വിമതര് സത്യത്തിനും നീതിക്കും വേണ്ടി എന്നും നിലകൊള്ളും. എന്ന് സത്യവും നീതിയും നിലനിൽക്കുന്നോ അത്രത്തോളം കാലം ഞങ്ങളും ഉണ്ടാകും ഈ മുന്നിൽ, അല്ലെങ്കിൽ ശക്തിയുക്തം എതിർക്കുവാനായി ഞങ്ങളും ഉണ്ടാകും എന്ന് വിളിച്ച് പറയുകയാണ്. ജോയ്സ് അച്ഛൻ എന്നും ഇതുപോലെയുള്ള വേദികളിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ്. ഒത്തിരി വൈദികരുണ്ട്, ഒത്തിരി വൈദികര്. ഇവരെല്ലാം സോഷ്യൽ മീഡിയയിലും, വൈദികരും അൽമായരും ഒക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇവരെയൊക്കെ പറ്റി പറയുന്ന മോശമായിട്ടുള്ള വാക്കുകളും. നാളെ എന്നെ പറ്റിയും പറയാം. ഞാനും വന്നിരിക്കുന്നത് ഒരു വിമത യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. KCYM എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം എപ്പോഴും സഭയ്ക്കും സമൂഹത്തിനും അതുപോലെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്കും എല്ലാത്തിനും മുന്നിൽ നിന്ന് അല്ലെങ്കിൽ കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി നയിക്കുവാനും കൂടെ ചേരുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന യുവജനങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ഒരു ചേട്ടൻ ദുബായ് ജോലിക്ക് പോകുന്നു, നമ്മുടെ തൊട്ടപ്പുറത്തെ പയ്യൻ UK പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ ജോലിയില്ലാഞ്ഞിട്ടല്ല, അവർ പോവുക. എന്തിനാ? സമ്പാദിക്കാനും അവരുടെ ലൈഫ് സെറ്റിലാകാനും വേണ്ടി. ഇവിടെ അവർക്ക് ജോലിയുണ്ട്, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും പോവുക. അതുപോലെയാ നമുക്ക് ചില മെത്രാന്മാർ വരുന്നത്. നമുക്ക് വരുന്ന മെത്രാന്മാരെല്ലാം അങ്ങനെയാ. ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വരുന്നു, എന്തൊക്കെയോ ആകുന്നു, പോകുന്നു, പുതിയ ആൾ വരുന്നു, തിരിച്ചു പോകുന്നു. ഇതുപോലെ അവർ അഗതി തൊഴിലാളികളെ പോലെ വരിക. നമുക്കുണ്ട് കേട്ടോ, നമുക്ക് ഏറെ സ്നേഹത്തോടു കൂടി നമ്മൾ കാണുന്ന ഇപ്പോഴും കാണുന്ന മെത്രാന്മാരുണ്ട്. നമ്മുടെ മെത്രാന്മാരെന്ന് ഒരിക്കൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന മെത്രാന്മാരുണ്ട്. അവരെയൊക്കെ ഒത്തിരി അകമഴിഞ്ഞ് സ്നേഹിച്ച ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും സ്നേഹിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവരൊക്കെ തിരിച്ചു പോവുക. അവരൊക്കെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയി മറ്റ് സ്ഥലങ്ങളിൽ പോകുന്ന പോലെ പോവുക തൊഴിലിനായിട്ട്. മറ്റു രൂപതയുടെ നേതൃത്വം അവർ ഏറ്റെടുക്കുക. സ്വന്തം രൂപതയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം രൂപതയിൽ നടക്കുന്ന തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും അത് തെറ്റാണെന്ന് പറയാൻ നേതൃത്വത്തിനോട് പറയാനൊന്നും ഇവർക്ക് സമയമില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? എന്തിനാ ഇങ്ങനെ പോകുന്നത്? തെറ്റ് കണ്ടാൽ തെറ്റാന്ന് പറയണം. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന പോളിസി. അതാണ് ഒരു ക്രൈസ്തവൻ ചെയ്യേണ്ട നടപടി, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട മാർഗം അതാണ്. ഇതൊന്നും പറയാൻ നമ്മുടെ മെത്രാന്മാരും ഇല്ല. ഇപ്പോഴും അവര് മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ സംരക്ഷിക്കുന്നതിനൊക്കെ ആയിട്ട് പോവുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ അൽമായരുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയ വൈദികരുടെയൊക്കെ ഇതുപോലെയുള്ള സമരമാർഗങ്ങളും നേതൃത്വവും ഒക്കെ ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വലിയ കാര്യമായി വരുന്നത്. 6-7 വർഷമായി മാർഗങ്ങൾ വേറെ പലതുമുണ്ട്. പ്രതിഷേധിക്കാനും സംസാരിക്കുവാനൊക്കെ ഒത്തിരി മാർഗങ്ങളുണ്ട്. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ ഇവിടെ ആരും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തിയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ ബിഷപ്പ് ഹൗസിലേക്ക് കുറച്ച് വൈദികർ പോയി, അങ്ങനെ പോയും മുഖാമുഖം ഇരുന്ന് സംസാരിക്കുവാനായി ആഹ്വാനം ചെയ്തു. പല സർക്കുലറുകളിലൂടെയൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊന്നും ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് നമ്മുടെ നേതൃത്വം തയ്യാറാകുന്നില്ല. ഇപ്പം നമ്മളെ നയിക്കുന്ന നമ്മുടെ മെത്രാൻ, അതിഥി മെത്രാൻ, അദ്ദേഹം മറ്റേ നൂലേൽ ബിഷപ്പ് ഹൗസിലേക്ക് ഇറങ്ങുക. നൂലേ വന്നിട്ട് ബിഷപ്പ് ഹൗസിന്റെ മേളിൽ നിന്ന് നേരെ അകത്തേക്ക് ഇറങ്ങുക. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് സമയമില്ല നമ്മുടെ വൈദികരെയോ നമ്മുടെ അൽമായരെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നേതൃത്വത്തിനെയോ സംഘടനാ ഭാരവാഹികളെയോ ഒക്കെ കാണാൻ അദ്ദേഹത്തിന് സമയമില്ല. അദ്ദേഹത്തിന് മറുപടികളില്ല. അഭിനയിക്കാൻ കഴിവുള്ള ആളാ നമ്മുടെ ബിഷപ്പ്.
അദ്ദേഹം ഇടപെടുന്ന ആൾക്കാർ ആരൊക്കെയാ നമുക്കറിയാം. നമ്മുടെ ഏറ്റവും വിശുദ്ധരായിട്ടുള്ള കുറച്ച് വൈദികരെ കുരിയ എന്ന പേരിൽ, എന്താ ഏറ്റവും വിശുദ്ധരായിട്ടുള്ള വൈദികർ. ഈ ലോകത്തിൽ കാണില്ല ഇത്രയും വിശുദ്ധിയുള്ള വൈദികര്. സത്യമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള തെളിവുകളെല്ലാം നമ്മൾ കാണുന്നവരാ. അവരോട് മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. വിശുദ്ധരായിട്ടുള്ള കുരിയ വൈദികരോട് മാത്രമേ അദ്ദേഹം സംസാരിക്കൂ. പിന്നെ സംസാരിക്കും കേട്ടോ. അദ്ദേഹത്തിനെ ഈ മൂലയിലിറക്കുവാനായി സഹായിക്കുന്ന കുറച്ച് നമ്മുടെ അധികാരവർഗങ്ങളിൽപ്പെട്ട പോലീസ് ഏമാന്മാരുണ്ട്. എല്ലാവരും അല്ല, കുറച്ച് പേര്. അവരോടും സംസാരിക്കും. കാരണം അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണല്ലോ. ആരെ അകത്ത് കയറ്റണം, ആരെ പുറത്തിറക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവരാ. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ എറണാകുളം ബിഷപ്പ് ഹൗസിന്റെ അകത്ത്. ആരോടും ചോദിക്കണ്ട, തുറന്ന് നിവർത്തിയിട്ടിരിക്കുന്ന ഗേറ്റാ. എപ്പോ വേണേലും കയറി പോകാം, കയറി ഇറങ്ങാം. അവിടെ മേളിൽ കയറി ഇരുന്നിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്, ഉറങ്ങിയിട്ടുണ്ട്. യുവജനങ്ങൾക്കറിയാം. ഇപ്പൊ എങ്ങനെയാ നമ്മുടെ വൈദികർ വാദിക്കാൻ നിൽക്കുക. കയറണമെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കണം. ഏമാൻ വിളിച്ച അകത്ത് ചോദിച്ച് ഇങ്ങനെ രണ്ടുപേര് വന്നിട്ടുണ്ട്, വെള്ള ലോഹയൊക്കെ ഇട്ടിട്ടുണ്ട്, കയറണോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും പുള്ളി. അപ്പം പറയും ഇവിടത്തെ ആണെ കേട്ടണ്ട, അങ്ങനെയാ പറയണേ. പുള്ളി അറിയണില്ല നമ്മുടെ ഏറെ സ്നേഹം നിറഞ്ഞ അതിഥി ബിഷപ്പ് അറിയുന്നില്ല. കാലിന്റെ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. വിശ്വാസികളൊന്നുമില്ല. ഒരു അതിരൂപതയിലെ ഒരു ഇടവകയിൽ പോയി ഒരു വിശുദ്ധ ബലി അർപ്പിക്കുവാനോ ഇടവക ജനങ്ങളുമായിട്ട് സംസാരിക്കുവാനോ ഒന്നും പറ്റണില്ല. നമുക്ക് ബിഷപ്പ് ഹൗസിലെ കാര്യങ്ങൾ, നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പരിവമൊക്കെ ആക്കി എടുക്കണം. അതൊക്കെയാണ് ചിന്ത. എന്തായാലും ഏറെ നാളിത് പോകില്ല എന്നുള്ളൊരു താക്കീത് മാത്രം, അല്ലെങ്കിൽ ഒരു സൂചന മാത്രം അതിഥി ബിഷപ്പുമാരോട് പറയുകയാണ്. പൂർവികരുണ്ടാക്കിയിട്ടിരിക്കുന്ന, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കാർന്നോമ്മ അവനെ കണ്ടോ, അവന്റെ കാർന്നോൻ ഉണ്ടാക്കിയിട്ടാ, അവന്റെ പൂർവികരുണ്ടാക്കിയിട്ടാ, അവന്റെ അപ്പനോ അപ്പൂപ്പന്മാരുണ്ടാക്കിയിട്ടാ. അതുകൊണ്ട് അവനെന്താ, അവൻ ആർഭാടമായിട്ട് നടക്കാം, അവന് പണിക്ക് പോകണ്ട, കുഴപ്പമില്ല. അതേ അവസ്ഥയാണ് നമ്മുടെ കാർന്നോന്മാര്. ഇതുപോലെ ഇഷ്ടംമാതിരി സമ്പത്തും അതുപോലെ തന്നെ നമ്മുടെ ദീർഘവീക്ഷണമുള്ള പിതാക്കന്മാരും ഒക്കെ ഒരുവിധം തടുക്കൂട്ടി രൂപീകരിച്ച് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുവിധം ഒരു മൂലക്കെന്ന് കൊടുക്കുക മറ്റുള്ളവർക്ക്. ഇതിനൊക്കെ ഇനി പറ്റുള്ളൂ. അപ്പം അവരങ്ങനെ പോട്ടെ. നമുക്ക് നമ്മുടേതായ രീതികളുണ്ട്, നമ്മുടേതായ വിശ്വാസമുണ്ട്. സത്യം കണ്ടാൽ നമ്മൾ സത്യമാണെന്നും തെറ്റ് കണ്ടാൽ തെറ്റാണെന്നും ചൂണ്ടിക്കാണിക്കുന്ന നമ്മൾ എന്നും ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. ഏറെ അഭിമാനമുണ്ട് നമ്മുടെ പ്രിയ വൈദികരെ കുറിച്ച് ഓർക്കുമ്പോൾ. ഏതാനും വർഷങ്ങളായിട്ട് അതിരൂപതയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി ഡയറക്ടർമാരുടെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവരിലെല്ലാം കാണുന്ന ഒരു ക്വാളിറ്റിയാണിത്. സത്യത്തിന് വേണ്ടി നിൽക്കും. തെറ്റ് കണ്ടാൽ തെറ്റാന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് മുൻ KCYM ഡയറക്ടർ എന്ന നിലയിൽ ജോയ്സ് അച്ഛൻ ഇതിന് നേതൃത്വം കൊടുത്ത് ഇവിടെ നിൽക്കുന്നത്. ഏറെ അഭിമാനം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു യുവജനം, ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ബസിലിക്ക വിഷയം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ചങ്കോട് ചേർത്ത് നിർത്തിയ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനുണ്ട്, ജൂലിയസ് കറുകന്തല. അദ്ദേഹത്തെ അവിടെ വെച്ച് വളഞ്ഞാക്രമിച്ചത് നമ്മളെല്ലാവരും കണ്ടാണ്. എന്തുകൊണ്ടാ? സത്യത്തിന്റെ പാതയിലൂടെ പോകുന്ന ആളാ. സത്യവും നീതിയും മുറുക്കെ പിടിച്ച് തെറ്റ് കണ്ടാ തെറ്റാന്ന് പറയുന്ന ആളാ. ഇതുപോലെ ഒട്ടനവധി വൈദികര്. എന്താ ഇവരുടെ പരിപാടി എന്താന്നാ? ആരെങ്കിലും ചെയ്ത കാര്യം തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാടെ എതിർക്കുക, അവനെ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഇട്ട് വലിച്ചു കീറി ഒട്ടിക്കുക. അതാണ് ഇവരുടെ പദ്ധതി. പുറത്തുനിന്ന് വരുന്നവരാണോ അകത്തുനിന്ന് വരുന്നവരാണോ എന്നൊന്നും നോക്കാതെ, അതിഥി ബിഷപ്പുമാരാണോ സ്വന്തം ബിഷപ്പുമാരാണോ എന്നൊന്നും നോക്കാതെ ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ച്
എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ മണ്ണില് അവർക്ക് അഭയം കൊടുത്തതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ നന്മ. ഇവരാരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുവോ? ഇല്ല, നമ്മൾ ഒറ്റപ്പെടും. ഈ കഴിഞ്ഞ ദിവസം മറ്റു രൂപതയിലെ ഒരു വൈദികനുമായിട്ട് പോയപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കാ, എൻ്റെ ബന്ധുവീട് എറണാകുളം അങ്കമാലി രൂപതയിലുണ്ട്, എനിക്ക് തോന്നുന്നു മൂക്കന്നൂരോ മൂഴിക്കുളോ അവിടെ എങ്ങാണ്ടാ പറഞ്ഞു, അവരുടെ ഇടവകയുടെ പേര് പറഞ്ഞു. അവിടെ എനിക്ക് പോയിട്ട് ദിവ്യബലി അർപ്പിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അടുത്ത മാസം എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണോ അങ്ങനെ എന്തോ പറഞ്ഞു, പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന വൈദികരിൽ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരു രൂപതയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ദിവ്യബലി അർപ്പിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ വൈദികർ നമ്മുടെ കൂടെ ഉണ്ടോ? എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. ഞാൻ കുറെ ഈ പറഞ്ഞ പോലെ രൂപതയിലെ ഞാനുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒട്ടനവധി വൈദികര് മറ്റു രൂപതകളിൽ ചെല്ലുമ്പോൾ അവരുടെ എന്താണോ, അവരുടെ ലിറ്റർജി കാര്യങ്ങൾ എന്താണോ, എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആൾക്കാരാ, വൈദികരാ. എന്നും പറഞ്ഞ് ഇവിടെ വരാതിരിക്കുകയോ ഇവിടെ വന്നിട്ട് ഞങ്ങൾ മാറി നിൽക്കുകയോ ഒന്നും ചെയ്യുന്ന വൈദികരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വരുന്നത് തലയോലപ്പറമ്പിൽ നിന്നാന്ന് പറഞ്ഞു. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. തൊട്ടപ്പുറത്ത് പാലായും അടുത്ത പ്രദേശങ്ങളിലൊക്കെ കോട്ടയം രൂപത അവിടെ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഈ 40-ാം വെള്ളി ആചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാലാ രൂപതയിലെ ഒരു കുരിശുപള്ളിയിലേക്ക് തീർത്ഥാടനം നടത്തും KCYക്കാർ. ഈ തീർത്ഥാടനത്തില് തലയോലപ്പറമ്പ് പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന കാൽനട യാത്ര അറുന്നൂറ്റിമംഗലം കുരിശുമലയിൽ ചെന്നിട്ട് അവിടെ പോയി ദിവ്യബലി അർപ്പിക്കും. പുറത്തുനിന്ന് നമ്മൾ വൈദികരെ കൊണ്ടുവന്നല്ല അർപ്പിക്കണേ, നമ്മുടെ വൈദികരെ അർപ്പിക്കുന്നത്. എന്തുകൊണ്ടാ? ഒരിടത്ത് ചെന്നു കഴിഞ്ഞാൽ മറ്റു രൂപതയിൽ ചെന്നു കഴിഞ്ഞാൽ അത് പാലിക്കുവാനുള്ള, അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ വൈദികർക്കുണ്ട്. അതാണ് ഈ ക്വാളിറ്റി, ഈ വൈദികരുടെ ക്വാളിറ്റി. അതിലേറെ അഭിമാനിക്കുന്നു. ഒത്തിരി നീണ്ടുപോയി എന്നറിയാം, നിർത്തുകയാണ്. ജോയ്സ് അച്ഛൻ ഇന്നിവിടെ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം നടത്തുമ്പോൾ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ എല്ലാ യുവജനങ്ങളുടെയും പേരിലുള്ള നന്ദിയും ആശംസകളും KCYM യുവജന പ്രസ്ഥാനത്തിന്റെ ഐക്യദാർഢ്യവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ ഒരു നല്ല നാൾ നമുക്കും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. ജയ് ക്രൈസ്റ്റ്, ജയ് KCYM.